തിരുവനന്തപുരത്തുകാരിയായ ഒരു പെൺകുട്ടിക്ക് എന്നും ഭ്രമമായിരുന്നു ആ കവിയോടും അദ്ദേഹത്തിന്റെ കവിതകളോടും. അന്ന് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം. പൊതുവെ കവിതകൾ ഇഷ്ടമുള്ള അവൾക്ക് അദ്ദേഹത്തിന്റെ കവിതകളും ഏറെ പ്രിയമായിരുന്നു. പക്ഷെ അദ്ദേഹം ആരെന്നോ എന്തെന്നോ ഒന്നും അറിയില്ല. ഒടുവിലൊരു നിയോഗം പോലെ ആ ആരാധിക അദ്ദേഹത്തെ കണ്ടുമുട്ടിയതും കവിയും കാമുകിയും ഒന്നായി തീർന്നതുമായ ഒരു പ്രണയജീവിതം. ഇന്ന് കോവിഡ് ആ കവിയെ തട്ടിയെടുക്കുമ്പോൾ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ 1000 പൂക്കൾ. അനിൽ പനച്ചൂരാന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ കൂടുവിട്ട് കൂടുപായുന്ന മോഹത്തെ കൂട്ടിലാക്കിയ പ്രണയിനിയുടെ കഥ കേൾക്കാം. എന്റെ പ്രണയകാലങ്ങളിൽ ഞാൻ എന്റെ ജീവിത സഖിക്ക് എഴുതി കൊടുത്ത വരിയ അവള് ചോദിച്ചതുകൊണ്ട് ഒരു കവിത എഴുതിത്തരാമെന്ന് ചോദിച്ചപ്പോൾ അവളെ ആദ്യം കണ്ട കാലത്താണ്. അപ്പോൾ എഴുതി കൊടുത്ത കവിതയാണ്. ഇത് കവിതയെന്ന് പറയാൻ പറ്റുമോ, പാട്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം, എന്റെ കനവിൽ നീ എത്തുമ്പോഴോ മനിക്കാൻ ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാം. അന്ന് മായയുടെ അമ്മ ശ്രീചിത്ര മെഡിക്കൽ സയൻസിൽ ജോലി ചെയ്യുന്നതിനാൽ തന്നെ കുടുംബം തിരുവനന്തപുരത്ത് കുമാരപുരത്തായിരുന്നു താമസിച്ചിരുന്നത്. ഒരിക്കൽ മായയുടെ ഒരു സുഹൃത്ത് അനിൽ പനച്ചൂരാന്റെ കവിതകൾ ചൊല്ലുകയും അദ്ദേഹത്തെപ്പറ്റി വാചാലനാവുകയും ചെയ്തു. നിങ്ങൾക്ക് ഇദ്ദേഹത്തെ എങ്ങനെ അറിയാം? ഈ കവി ആലപ്പുഴക്കാരനാണെന്നാണല്ലോ ഞാൻ കേട്ടിരിക്കുന്നതെന്നായി മായ. അതേയെന്നും എന്നാൽ ഇപ്പോൾ ലോ അക്കാഡമിയിൽ LLB പഠിക്കുന്നുണ്ടെന്നും പറഞ്ഞ സുഹൃത്ത് അനിൽ തന്റെ സഹപാഠിയാണെന്ന് കൂടി പറഞ്ഞതോടെ മായയ്ക്ക് ആവേശമായി. എന്നെ ഒന്ന് അദ്ദേഹത്തിന് പരിചയപ്പെടുത്താമോ എന്ന ചോദ്യത്തിന് ശരിയെന്ന മറുപടിയും കിട്ടി. ഇതേ സുഹൃത്ത് ക്ലാസ്സിൽ കവിയുടെ അടുത്തെത്തി ഒരു ആരാധികയുണ്ടെന്നും കവിതകൾ മനപ്പാടമാണെന്നും പരിചയപ്പെടണമെന്നും ഒക്കെ വിശേഷങ്ങൾ പറഞ്ഞു. അങ്ങനെ നേരിൽ കാണാതെ തന്നെ സുഹൃത്ത് പറഞ്ഞ വാങ്മയ ചിത്രങ്ങളിലൂടെ ഇരുവരും സ്നേഹിതരായി. പിന്നെ ഫോൺ നമ്പർ കിട്ടി. ഇരുവരും 1-2 തവണ വിളിക്കുകയും ചെയ്തു. ഉത്തരേന്ത്യ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് താൻ സന്യാസം സ്വീകരിക്കുകയാണെന്നുറച്ച് പനച്ചൂരാൻ നിൽക്കുന്ന സമയമായിരുന്നു അത്. അതിൽ നിന്ന് ഒരുവിധം പിന്തിരിപ്പിച്ച് ഒരു വിവാഹത്തിനായി വീട്ടുകാരും നിർബന്ധിക്കുന്ന സമയം. പിടികൊടുക്കാതെ കളിച്ച പനച്ചൂരാൻ പക്ഷേ ആരാധികയുടെ ആ ഫോൺ കോളുകൾക്ക് ചെവിയോർത്തു നിന്നു. അന്ന് എഴുതി തീർന്ന ഒരു കവിത അവൾക്ക് ചൊല്ലിക്കേൾപ്പിച്ചതും അതിൽ പ്രണയ നദി ഒഴുകുന്നു എന്ന വരിയെത്തിയപ്പോൾ എന്റെ ഉള്ളിലും ഒരു പ്രണയ നദി ഒഴുകി തുടങ്ങിയിട്ടുണ്ടെന്ന് ആലങ്കാരികമായി പറഞ്ഞതും ആദ്യമായാണ്. അന്നതൊരു കാവ്യഭാവനയായി കണ്ട് മായ ചിരിച്ചു തള്ളി. എന്നാൽ കാണണമെന്ന മോഹം ഇരുവർക്കും കലശലായ വേളയിൽ മായ ഒരിക്കൽ പറഞ്ഞു, ഞാൻ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. പാറ്റൂർ ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്നാണ് യാത്ര. അങ്ങനെ പിറ്റേന്ന് രാവിലെ മായയെ കാണാനായി അനിലെത്തി. ചുളിവ് വീണ ഷർട്ടും നീട്ടി വളർത്തിയ താടിയും മുടിയും കണ്ട് ഒട്ടും നമ്പരെന്ന മായ പക്ഷേ ആ സ്നേഹത്തിലും കവിതയിലും മനുഷ്യനിലും വീണുപോയി. അന്ന് എന്താണ് ഒരുങ്ങി വരാത്തതെന്ന ചോദ്യത്തിന് പ്രണയത്തിന് എന്തിനാണ് ചമയം? ആയിടം ഏറ്റവും സത്യസന്ധമായിരിക്കണ്ടേ എന്നാണ് പനച്ചൂരൻ ചോദിക്കുന്നത്. എന്തായാലും ആ നടത്തം അവസാനിക്കുമ്പോൾ ക്ഷേത്ര നടയിൽ വെച്ച് അദ്ദേഹം അവളോട് തന്റെ പ്രണയം പറഞ്ഞു. പ്രണയാർദ്രമായ നാളുകൾക്കൊടുവിൽ മായയുടെ വീട്ടിൽ ബന്ധമറിഞ്ഞതോടെ പ്രശ്നമായി. വീട്ടുകാർക്ക് അനിലിന്റെ തറവാടും ഒരിക്കൽ സ്വീകരിച്ചുപേക്ഷിച്ച സന്യാസ ചരിത്രവും ഒന്നും ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. പയ്യനെ കുറിച്ചുള്ള പൊതു അന്വേഷണത്തിൽ ചില നാട്ടുകാരുടെ കുറ്റം പറച്ചിലുകൾ വേറെയും. അവർ ആ ബന്ധത്തെ ശക്തമായി എതിർക്കുക മാത്രമല്ല മായയെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുക്കൽ വരെ കൊണ്ടുപോയി. എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ല. അവൾ ആ ബന്ധത്തിൽ ഉറച്ചു നിന്നു. പഠനം പോലും വിട്ട് വീട്ടിലായ മായയെ തേടി അന്ന് അനിൽ വീട്ടിലേക്കെത്തി. വിവാഹത്തിന്റെ തീയതിയും മുഹൂർത്തവും അമ്പലവും പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ അവളുമായി ഒളിച്ചോടാമെന്നും പക്ഷേ തനിക്കതിന് ആഗ്രഹമില്ലെന്നും കൈപിടിച്ച് തരണമെന്നും വീട്ടുകാരോട് ആവശ്യപ്പെട്ടു. ഇനിയും തങ്ങൾക്ക് മകളെ പിടിച്ചു വെക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ അമ്മയും അടുത്ത ബന്ധുക്കളും അമ്പലത്തിലെത്തി അവളെ അദ്ദേഹത്തിന് കൈപിടിച്ചു നൽകി. പിതാവ് വിവാഹത്തിൽ നിന്നും വിട്ടുനിന്നു. പിന്നെയും ഏറെ നാളുകൾ കഴിഞ്ഞാണ് മായയുടെ അച്ഛൻ ബന്ധവുമായി പൊരുത്തപ്പെട്ടത്. അന്ന് ആ അമ്പലത്തിൽ മായയും അമ്മയും എത്തുമ്പോൾ അനിലും കൂട്ടരും എത്തിയിരുന്നില്ല. ഇതൊരു പറ്റിക്കലാണെന്നും അവർ വരില്ലെന്നും അന്ന് അമ്മ പറയുമ്പോഴും അവൾ കാത്തു നിൽക്കാൻ ഉറച്ചു. അഥവാ ആ വേളയിൽ മായ ഒന്ന് തിരികെ പോയിരുന്നെങ്കിൽ തങ്ങളുടെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്ന് ക്ഷേത്രനടയിൽ വെച്ച് കൈപിടിച്ച അനിൽ അദ്ദേഹം 2002 മുതൽ മായയ്ക്ക് സ്വന്തമാണ്. അവളുടെ സ്വന്തം അനിയേട്ടൻ. ഇന്ന് ആ ദാമ്പത്യത്തിന് കൂട്ടായി 2 മക്കളുമുണ്ട്. മൂത്ത മകൾ മൈത്രേയിയും ഇളയ മകൻ അരുളും. പനച്ചൂരാൻ സിനിമയിലെത്തുന്നതിനും പ്രേരണയായത് മായയാണ്. ഇന്ന് തന്റെ കാടെന്ന തിരക്കഥ പൂർത്തിയാക്കി സിനിമയിൽ സംവിധായകന്റെ കുപ്പായമണിയാൻ നിൽക്കുന്ന വേളയിലാണ് അപ്രതീക്ഷിതമായി വിടവാങ്ങലെന്നറിയുമ്പോൾ ആ പ്രണയകാലത്തിനിടയിൽ തനിക്കൊരു കവിത എഴുതി തരാമോ എന്ന മായയുടെ ചോദ്യത്തിന് അദ്ദേഹം എഴുതിയ വരികൾ ഇങ്ങനെയാണ്. എങ്ങനെ ഞാൻ അറിയിക്കും എൻ മനസ്സിനെ, എങ്ങനെ ഞാൻ വെളിവാക്കും? വാക്കുകൾക്കുള്ളിൽ ഒതുക്കുവാനാവില്ല വിങ്ങുന്ന ഹൃത്തിൻ വികാരം.
അതെ, ഇന്ന് അപ്രതീക്ഷിതമായി ഈ വിടവാങ്ങൽ വാർത്ത കേൾക്കുമ്പോൾ കവിത ഇഷ്ടപ്പെടുന്ന ഓരോ സ്നേഹിതനും പറഞ്ഞു പോവുകയാണ്, ഞങ്ങൾക്കും വാക്കുകൾക്കുള്ളിൽ ഒതുക്കുവാനാകുന്നില്ല വിങ്ങുന്ന ഞങ്ങളുടെ ഹൃത്തിന്റെ വികാരം. അറിയാതെ പോകും ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം.